നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് അസുരാചാര്യനായ ശുക്രൻ തൻ്റെ സുക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും ശത്രുക്ഷേത്രമായ കർക്കടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉദ്ദേശം 50 ദിനങ്ങൾ ശുക്രൻ കർക്കിടകം രാശിയിലുണ്ടാകും. ശുക്രനെപ്പറ്റി നാം എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ശുക്രൻ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു. ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്ലാനറ്റ്. 2 ആചാര്യന്മാരാണ് നമുക്ക് ജ്യോതിഷത്തിലുള്ളത്. ഒന്ന് ദേവാചാര്യനായ വ്യാഴം, മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ. വ്യാഴം ആത്മീയ സുഖത്തിൻ്റെ കാരകഗ്രഹമാണ്. ഭൗതിക സുഖത്തിൻ്റെ കാരകഗ്രഹമാകുന്നു ശുക്രൻ. 1201 ചിങ്ങമാസം 5-ാം തീയതി പുലർച്ചെ 1:15 ശുക്രൻ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിച്ചത്. അതായത് 2025 ഓഗസ്റ്റ് മാസം 21-ാം തീയതി മുതൽ 50 ദിനക്കാലങ്ങൾ. അതായത് 1201 കന്നിമാസം 23-ാം തീയതി 2025 ഒക്ടോബർ മാസം 9-ാം തീയതി വരെയാണ് ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ശുക്രൻ ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. പലപ്പോഴും ഗ്രഹങ്ങൾ പരസ്പരം ശത്രുക്കളാണെങ്കിലും അവ തൽക്കാല സുഹൃത്തുക്കളുമാണ്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയം. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക ചതയം, പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാണ് കുംഭൻ രാശി. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഏതെല്ലാം ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ? 9-ാം ഭാവത്തിൻ്റെ അധിപനാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗ്യാധിപനാണ്. പലപ്പോഴും തന്നെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. സ്ത്രീകൾ ശത്രുക്കളായി വരും. സ്ത്രീകൾ കാരണം അപഖ്യാതികൾ കേൾക്കേണ്ടി വരും. ധാരാളം ശത്രുക്കൾ, ഓഫീസിലാണ് സ്ത്രീകൾ ശത്രുക്കളായി വരും. സ്ത്രീകൾ തക്കം പറത്തിരിക്കും തന്നെ ദുഷിക്കുവാൻ വേണ്ടി. അങ്ങനെ ധാരാളം അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങളിൽ ഉണ്ടാകാം. അപ്പോൾ സ്ത്രീകൾ ശത്രുത വരാതെ നോക്കണം. ഭാഗ്യാധിപനാകയാൽ ധർമ്മദേവ സങ്കേതങ്ങളിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും വിളക്കുമാല പായസം സമർപ്പിക്കുക. വിളക്കിലേക്ക് എണ്ണ കൊടുക്കണം. രോഗശമനായ അന്നം പ്രദേയം ബഹു. എന്തെങ്കിലും ഉത്സവ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്നദാനം ചെയ്യുക. ചിങ്ങമാസം മുതൽ മലബാറിൽ ഉത്സവത്തിൻ്റെ ആരംഭമായി. അതിനാൽ അന്നദാനം ചെയ്ത് ഫലത്രയങ്ങൾ നേടുക. വസ്ത്രദാന ഫലം രാജ്യം. വസ്ത്രം കൊടുത്താൽ രാജ്യം ലഭിക്കും. പാതുകാഭ്യം ച വാഹനം. മെതിയിടി ചെരുപ്പ് കൊടുത്താൽ വാഹനം ലഭിക്കും. താമ്പൂല സുഖമാപ്നോതി. താമ്പൂലം വെറ്റിൽ കൊടുത്താൽ സുഖങ്ങൾ കിട്ടും. അന്നദാനാത് ഫലത്രയം. ഏറ്റവും നല്ല പുണ്യമാകുന്നു അന്നദാനം. അതിനാൽ അന്നദാനം നടത്തി വളരെയധികം എന്തു ചെയ്യുക? എല്ലാ പുണ്യങ്ങളും അനുഭവിക്കാൻ തയ്യാറാവുക. വളരെ അനുകൂലമായ സമയമല്ല. അതിനാൽ ഉത്തരവാദിത്തോടുകൂടി ധർമ്മദേവ സങ്കേതങ്ങളിൽ വഴിപാടുകൾ ചെയ്യുക. സ്വർണം നഷ്ടപ്പെടുന്ന സമയമാണ്. സൗഹൃദങ്ങളുടെ സ്വർണം നഷ്ടപ്പെടും. ഇവിടെ അച്ഛൻ തന്നെ ശത്രുവാകും. അച്ഛനും അച്ഛൻ്റെ സഹോദരങ്ങളും ഒക്കെ തന്നെ ശത്രുവാകുന്ന സമയമാണ്. 9-ാം ഭാവാധിപനാണ്. അച്ഛൻ മാത്രമല്ല, അമ്മയ്ക്കും ശത്രുത വരും. 4-ാം ഭാവാധിപനാണ് ശുക്രൻ. ആ ശുക്രനാണ് 6-ാം ഭാവത്തിൽ നിൽക്കുന്നത്. ശത്രു ചെറിയ ശത്രുവായിരിക്കില്ല. സദാ ദാനവിദ്യ സുധാസിക്ത ശത്രുഹു വേ ശത്രുഗോച്ച ഉത്തമൗതോ ഭവേദാം. ഉത്തമന്മാരായ ശത്രുവാണ്. അമൃതിൽ കുളിച്ച ശത്രുവാണ്. പലപ്പോഴും സ്വന്തം അമ്മാവന്മാർ അല്ലെങ്കിൽ അമ്മാവന്മാരുടെ മക്കൾ, അനന്തരവന്മാർ, ഇവരൊക്കെ തന്നെ ഭൂമിപരമായ വിവാദങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ എല്ലാ വിഷയത്തിലേക്കും നമുക്കൊരു ശത്രുത ഇവരിലൂടെ വരാം. വളരെ ശ്രദ്ധിക്കുക. ഇവിടെ നിർബന്ധമായും എല്ലാ വെള്ളിയാഴ്ചകളും ധർമ്മദേവ സങ്കേതം ഞാൻ സൂചിപ്പിച്ചു. അതല്ലാതെ തന്നെ ശത്രു സംഹാര കുരുതി ചെയ്യണം. നാളികേരം കൊണ്ട് തേങ്ങ അടിച്ച് ശത്രു ദോഷം മാറണം. ഇതൊക്കെ ചെയ്താൽ വളരെയധികം അനുകൂലമായ മാറ്റങ്ങൾ കുംഭൻ രാശിക്കാർക്ക് കൈവരുന്നതാണ്. നന്നായി മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ജപിക്കുക. ഈ സഹസ്രനാമങ്ങളിലൂടെ അല്ലെങ്കിൽ ദേവീ മഹാത്മ്യം ജപിക്കുന്നതിലൂടെ ധാരാളം സാധ്യതകളും ധാരാളം ശത്രു സംബന്ധമായ പ്രയാസങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഈ ശുക്രൻ്റെ ജപത്തിലൂടെ കഴിയുന്നതാണ്. മഹാലക്ഷ്മി അഷ്ടകം വളരെ നല്ല ഗുണമുള്ള മന്ത്രമാണ്. അപ്രകാരം കനകധാര സ്തോത്രവും ജപിക്കാം. എല്ലാ പ്രിയപ്പെട്ട കുംഭൻ രാശിക്കാർക്കും ഈ ഒരു 50 ദിവസക്കാലം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്ത്രീകൾ കാരണം അപഖ്യാതികൾ കേൾക്കും, പേരുദോഷം വരും, മാനനഷ്ടം വരും. ശ്രദ്ധിക്കണം. പലപ്പോഴും വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്ന അവസ്ഥ വരും. അതിനാൽ പ്രിയപ്പെട്ടവരെ പിരിഞ്ഞിരിക്കേണ്ട അവസ്ഥ വരും. അമ്മയെ പിരിയുക, അച്ഛനെ പിരിയുക. അതിലൂടെ ഉണ്ടാകുന്ന ചില മാനസികമായ സംഘർഷങ്ങളൊക്കെ വരുന്നതാണ്. യാത്രകൾ വളരെ ശ്രദ്ധിക്കുക. അസമയത്തുള്ള യാത്രയിൽ സ്വർണം, ആഭരണങ്ങൾ നഷ്ടപ്പെടും. ബാങ്കിൽ വെച്ച് സ്വർണവും എടുക്കണം, ഇല്ലെങ്കിൽ സ്വർണം നഷ്ടപ്പെടും. നന്ദി, നമസ്കാരം.